അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഈ പൂക്കളൊക്കെ കണ്ടിട്ട്. അതെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കടയിൽ ചെറുതായിട്ടൊന്ന് പൂവിടാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വീട്ടിൽ ഓണമില്ല, കടയിലിടാന്ന് വിചാരിച്ചു. കുട്ടികളെല്ലാവരും കൂടി നമുക്ക് സഹായിച്ചു തരുന്നുണ്ട് പൂവിടാൻ. അവരെല്ലാവരും പൂവൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പൂ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ലല്ലോ, അത് എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ശ്രീകുട്ടി അങ്ങനെ പൂ കട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി പൂവെല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് പോവാന്ന് വെച്ചിട്ടാണ്. 1-2 കളം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി റെഡിയായി പൂ കുറച്ച് കൊണ്ടുവന്നിട്ടായിരുന്നു ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിട്ടത് അത്ര വലിയ ഭംഗിയില്ലാന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ ഇത് നമ്മളെല്ലാവരും കൂടി റെഡി ആയിട്ട് കല്യാണത്തിന് പോയിരുന്നു. ഞാനും ശ്രീകുട്ടി സരാറയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇയറിംഗ് ചെയിൻ ഒക്കെ നെട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മ പറഞ്ഞ കുട്ടികളെല്ലാവരും കൂടി പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഇത് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാവരും കൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കിച്ചുവിനും ഉണ്ണിക്കുട്ടനെയും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കിച്ചു ആണെങ്കിൽ ഭയങ്കര ചിരിയാണ് ആള്. പിന്നെ ഇത് അമ്മയും ദക്ഷയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ അമ്മമ്മ ഇത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇത് നമ്മൾ ഓട്ടോയിലായിരുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനായിരുന്നു അറ്റത്തിരുന്നുണ്ടായിരുന്നു. അവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ തോന്നുന്നു കൊച്ചു കള്ള. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ശ്രീകുട്ടിയും ദക്ഷയും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളിത് ശ്രീശൈല ഓഡിറ്റോറിയത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിൽ വന്നു. മുകളിലായിരുന്നേ ഫംഗ്ഷൻ. താഴെ ഫുഡ് കഴിക്കേണ്ട പ്ലേസ് ആണ് തോന്നുന്നത്. അപ്പം നമ്മൾ അങ്ങനെ മുകളിൽ വന്നത് കുറച്ചേരം ഇരുന്ന് ഇത് ദക്ഷയുടെ ഉണ്ണക്കണ്ണും വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയെ അവിടെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തു. ഫോട്ടോയും വീഡിയോ ഒക്കെ ആണല്ലോ നമുക്ക് കല്യാണത്തിന് കാതുകത്തിനൊക്കെ വന്ന മെയിൻ. അങ്ങനെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഇത് അമ്മമ്മയും ഷെയ്ബാൻഡിയും കൂടി ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരെയും കൂടി ജസ്റ്റ് വീഡിയോ എടുത്ത് നമ്മളെ മാത്രം എപ്പോഴും എടുത്താൽ പോരാല്ലോ. ഞാൻ പറഞ്ഞ പോലെ താഴെ ആയിരുന്നു ഫുഡ് കോർട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നത് എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് കഴിക്കണം. അങ്ങനെ ഇത് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞത് ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ ഐസ്ക്രീം കൂടി പുക പോണ് ഗൈസ്. അപ്പൊ അത് നോക്കി ഇരിക്കായിരുന്നു ഞാൻ. ഇത് ശ്രീകുട്ടി അപ്പുറത്തിരുന്ന് ഐസ്ക്രീം കഴിക്കണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിനെ പിന്നെ മെയിൻ ഐസ്ക്രീം ആണല്ലോ. അങ്ങനെ ഐസ്ക്രീം കഴിക്കായിരുന്നു. അപ്പോഴും അമ്മ ഇത് കഴിച്ചുണ്ടായിരുന്നില്ല. അമ്മ ഭയങ്കര സ്ലോ ഈറ്ററാണ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ വീണ്ടും ശ്രീകുട്ടി വെൽക്കം ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കണ്ടായിരുന്നു. ഇത് അമ്മ ഐസ്ക്രീം നോക്കി നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. പോകുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ദക്ഷ ശ്രീകുട്ടിയും കൂടി ഇത് അടികൂടിയായിരുന്നു ഓട്ടോയിൽ ഇരുന്നിട്ട്. എവിടെ പോയാലും ഇതൊരു അടിയുണ്ട്. അതാണ് മെയിൻ. അത് ഞാൻ ഉണ്ണിക്കുട്ടനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ദക്ഷയും ശ്രീശയും കൂടി കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അമ്മയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു ഒരേ ചിരിയായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ ഗായ്സ്. ഈ ഒരു മിനി വ്ലോഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ, സീ യു.